ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിൻ്റെ ദ യെല്ലോ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ലെസണാണ്. മഞ്ഞ ചിത്രശലഭം. എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോവാം. ദ യെല്ലോ ബട്ടർഫ്ലൈ. എ യെല്ലോ ബട്ടർഫ്ലൈ ഫ്ലൂ എറൗണ്ട് ഇൻ സോനോസ് ഗാർഡൻ. സോനുവിൻ്റെ പൂന്തോട്ടത്തിൽ നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു ചിത്രശലഭം പറക്കുന്നുണ്ടായിരുന്നു. ഫ്ലൂ എന്ന് പറഞ്ഞാൽ ഫ്ലൈയുടെ പാസ്റ്റാണ്, പറന്നു എന്നർത്ഥം. സോനു സോ ദ ബട്ടർഫ്ലൈ. നമ്മുടെ സോനു ബട്ടർഫ്ലൈനെ കണ്ടു. ഹി റാൻ ടു ക്യാച്ച് ഇറ്റ്. അവൻ ഓടിച്ചെന്ന് അതിനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. ക്യാച്ച് മീൻസ് പിടിക്കാൻ. ദ ബട്ടർഫ്ലൈ ഫ്ലൂ ടു ദ റോസ് ബേർഡ്. ബട്ടർഫ്ലൈ എന്താ ചെയ്തത്? റോസ് ബെഡിലേക്ക് ഉണ്ടോ, ഇവിടെ റോസാപ്പൂ നിൽപ്പുണ്ട്. ആ റോസാപ്പൂവിൻ്റെ മുകളിലേക്ക് ബട്ടർഫ്ലൈ ചെന്ന് പറന്ന് ചെന്നു. ഇറ്റ് സാറ്റ് ഓൺ എ റോസ് ബെഡ്, റെഡ് റോസ്. അപ്പോൾ എന്താണ് ബട്ടർഫ്ലൈ ചെയ്തത്? ആ റെഡ് റോസിന് മുകളിൽ ആ ചിത്രശലഭം ചെന്നിരുന്നു. നൗ ഐ ക്യാൻ ക്യാച്ച് ഇറ്റ് സെഡ് സോനു. സോനു വിചാരിച്ചാൽ ഇപ്പം എനിക്ക് ഇതിനെ പിടിക്കാൻ പറ്റും. ഹി വോക്ക്ഡ് സ്ലോലി ആൻഡ് സൈലൻ്റ്ലി ടു ക്യാച്ച് എ ബട്ടർഫ്ലൈ. നമ്മുടെ സോനു പതിയെ നടക്കാൻ തുടങ്ങി. സ്ലോലി, പതിയെ നടന്ന് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ സൈലൻ്റായിട്ട് ബട്ടർഫ്ലൈനെ പിടിക്കാൻ പോയി. ഹി കെയിം ക്ലോസർ ആൻഡ് സ്റ്റിൽ ക്ലോസർ. ബട്ട് ദെൻ നമ്മുടെ സോനു പതിയെ നടന്ന് അടുത്തേന്ന് വളരെ അടുത്തേന്ന്. പക്ഷെ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഫ്ലൂ ദ ബട്ടർഫ്ലൈ. നമ്മുടെ ബട്ടർഫ്ലൈ പറന്നുപോയി. വേർ ഡിഡ് ദ ബട്ടർഫ്ലൈ ഗോ? അയ്യോ, ആ ബട്ടർഫ്ലൈ എങ്ങോട്ടാണ് പോയെന്ന് നോക്കാം. നിയർ ദ ഗാർഡൻ വാസ് എ പോണ്ട്. ആ ഗാർഡൻ അടുത്തായിട്ട് ഒരു കുളം ഉണ്ടായിരുന്നു, പോണ്ട്. ഇൻ ദ പോണ്ട് വാസ് എ വൈറ്റ് ലോട്ടസ്. ആ പോണ്ടിനകത്ത് നല്ല വെള്ള നിറത്തിലുള്ള താമര ഉണ്ടായിരുന്നു. എറൗണ്ട് ഇറ്റ് ഗ്രോ റൗണ്ട് ലീവ്സ് ദേ ഫ്ലോട്ടഡ് ഓൺ ദ വാട്ടർ. നമുക്കറിയാം താമര എങ്ങനെയാണ് വിടർന്ന് നിൽക്കുന്നത്. താമരയ്ക്ക് താഴെയായിട്ട് വലിയ വീതിയുള്ള ഇലകളുണ്ട് താമര ചെടിക്ക്. അപ്പം ആ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്ന ഇലകളുണ്ടായിരുന്നു ആ ലോട്ടസിന്. ദ ബട്ടർഫ്ലൈ സെയിൽഡ് ഓൺ ദ ഫ്ലോട്ടിംഗ് ലീഫ്. നമ്മുടെ ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? ആ ലീഫിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി, മീൻസ് പോകാൻ തുടങ്ങി. സോനു വെൻ സ്പ്ലാഷ് ഇൻ ടു ദ വാട്ടർ. നമ്മുടെ സോനു എന്ത് ചെയ്തു? ആ വെള്ളത്തിന് മുകളിൽ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വെള്ളം തെറിപ്പിക്കുക എന്നാണ്. ആൻഡ് ഓഫ് ദ ഫ്ലൂ ദ ബട്ടർഫ്ലൈ. അവനങ്ങനെ വെള്ളം തെറിപ്പിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ ബട്ടർഫ്ലൈ പിന്നെയും പറന്നുപോയി. വേർ വാസ് ഇറ്റ്? സോനു ലുക്ക്ഡ് അപ്പ്. നോക്കി, താമര ഇരിക്കുന്ന കണ്ടോ? നല്ല വൈറ്റ് താമര ഉണ്ട്. ആ താമരയിൽ വലിയ ഇലയിൽ നമ്മുടെ ബട്ടർഫ്ലൈ ചെന്നിരിക്കുകയാണ്. പക്ഷേ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. ആ വെള്ളത്തിൻ്റെ വെള്ളം തെറിച്ചപ്പോഴത്തേക്ക് എന്ത് പറ്റി? അത് പറന്നുപോയി. വേർ വാസ് ഇറ്റ്? അത് എവിടെ പോയി? സോനു ലുക്ക്ഡ് അപ്പ്. നമ്മുടെ സോനു നോക്കുകയാണ്. ഹി ലുക്ക് ഡൗൺ. മുകളിലേക്ക് നോക്കി, താഴേക്ക് നോക്കി. നിയർ ദ വോൾ വാസ് എ പീച്ച് ട്രീ. അവിടെ ആ മതിലിനോട് ചേർന്നൊരു പീച്ച് മരം ഉണ്ടായിരുന്നു. പീച്ച് ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന മരം. ഒരു ചൈനീസ് ട്രീ ആണ് പീച്ച്. ഇറ്റ് ഹാഡ് പിങ്ക് ഫ്ലവേഴ്സ്. അതിന് വളരെ മനോഹരമായ പിങ്ക് നിറത്തിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ ബട്ടർഫ്ലൈ സാറ്റ് ഓൺ ദ പ്രെറ്റി ഫ്ലവർ. ആ മനോഹരമായ പൂവിൻ്റെ മുകളിലാണ് നമ്മുടെ ബട്ടർഫ്ലൈ പോയിരുന്നത്. ഐ ക്യാൻ ക്യാച്ച് യു ഷൗട്ടഡ് സോനു. സോനു ഷൗട്ട് ചെയ്തുകൊണ്ട് അലറിക്കൊണ്ട് പറയണം, നിന്നെ ഞാൻ ഇപ്പം പിടിക്കും. ഹി ക്ലൈംഡ് അപ്പ് ദ ട്രീ. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ മരത്തെ കയറാൻ തുടങ്ങി. ആപ്പ് ഹി ക്ലൈംഡ്. അവൻ മുകളിലേക്ക് കയറി. ബട്ട് ബാക്ക് ഇറ്റ് ഫ്ലൂ ഡൗൺ ഫ്രം ദ ട്രീ. നമ്മൾ ബട്ടർഫ്ലൈ എന്ത് ചെയ്തു? ഒറ്റ പറക്ക താഴോട്ട്. സോനു ജംപ് ഡൗൺ ടു. സോനു തൊട്ട് പുറകെ ചാടി. ഹി ചേസ് ദ ബട്ടർഫ്ലൈ. അവൻ എന്ത് ചെയ്തു? ഈ ബട്ടർഫ്ലൈയെ ചേസ് ചെയ്തു മീൻസ് പുറകെ പോയി. ഫ്രം ദ റോസ് ടു ദ ലോട്ടസ് ആൻഡ് അപ്പ് ദ ട്രീ ബട്ട് ഹി കുഡ് നോട്ട് ക്യാച്ച് ദ ബട്ടർഫ്ലൈ. അവനിങ്ങനെ ഇതിൻ്റെ പുറകെ നടന്നു. റോസിൻ്റെ പെറ്റൽസ് ചെന്നിരുന്നപ്പോൾ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് ലോട്ടസ് ചെന്നപ്പോൾ അവിടെ ചെന്നു. പീച്ച് ട്രീയുടെ മുകളിൽ ചെന്നിരുന്നപ്പോൾ അവിടെ ചെന്നു. പക്ഷേ നമുക്ക് സോനുവിന് ആ ബട്ടർഫ്ലൈ പിടിക്കാൻ പറ്റിയില്ല. സോനു കുഡ് നോട്ട് സീ ഇറ്റ് അറ്റ് ഓൾ. നോക്കിയപ്പം ആ ബട്ടർഫ്ലൈ കാണാനേ ഇല്ല, അത് പറന്നുപോയി.
ഹി ലുക്ക്ഡ് എവരിവെയർ, അവൻ എല്ലായിടത്തും നോക്കി. അലാസ് ഹി സോ ദ ബട്ടർഫ്ലൈ, അവസാനം അവൻ ആ ബട്ടർഫ്ലൈയെ കണ്ടുപിടിച്ചു. എവിടാന്ന് നോക്കാം. ദെയർ വാസ് എ ബിഗ് സ്പൈഡേഴ്സ് വെബ് ഇൻ ദ പീച്ച് ട്രീ, ആ പീച്ച് മരത്തിന് മുകളിൽ ഒരു സ്പൈഡറിൻ്റെ വെബ്, ചിലന്തി വലയുണ്ടായിരുന്നു. കണ്ടോ, ഈ ചിലന്തി വലയ്ക്കുള്ളിൽ പെട്ടു നമ്മുടെ ബട്ടർഫ്ലൈ. ദ ബട്ടർഫ്ലൈ വാസ് കോഡ് ഇൻ ദ സ്പൈഡേഴ്സ് വെബ്. ഇറ്റ് ലുക്ക് സാഡ് ആസ് ഇറ്റ് ട്രൈ ടു എസ്കേപ്പ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. നമ്മുടെ ബട്ടർഫ്ലൈ ആപ്പാടെ സങ്കടപ്പെട്ടു. എങ്ങനെ, അതിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ആ ബട്ടർഫ്ലൈ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ. ബട്ട് ഇറ്റ് ഫ്ലട്ടേഡ് ഇറ്റ്സ് വിങ്സ്, അത് ചിറകിട്ട് അടിച്ച് പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചിറകുകൾ അനക്കുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനകത്തൊന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ബട്ട് ഇറ്റ് കുഡ് നോട്ട് എസ്കേപ്പ്, അതിന് രക്ഷപ്പെടാനേ പറ്റുന്നില്ല. ദ സ്പൈഡർ വെബ് ഹെൽഡ് ഇറ്റ് ടൈറ്റ്, നമ്മുടെ ചിലന്തിയുടെ വല അവനെ മുറുക്കെ പിടിച്ചിരിക്കുക. ആ സ്പൈഡറിൻ്റെ വെബ്, ചിലന്തി വല നമ്മുടെ ബട്ടർഫ്ലൈക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ മുറുക്കി പിടിച്ചിരിക്കുന്നു. പുവർ ബട്ടർഫ്ലൈ, നമ്മുടെ പാവം ചിത്രശലഭം. ഇൻ ദ മിഡിൽ ഓഫ് ദ വെബ് വാസ് എ ബിഗ് സ്പൈഡർ. ഓക്കെ, ആ ചിലന്തി വലയ്ക്ക് നടുഭാഗത്തായിട്ട് ഒരു വലിയ സ്പൈഡർ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ഹാങ്ക്രി, അത് നല്ല വിശപ്പോടെ ഇരിക്കുകയാണ്. ഇറ്റ് വാണ്ടഡ് ടു ക്യാച്ച് എ ബട്ടർഫ്ലൈ, അതെന്ത് ചെയ്യണം, ഈ ചിത്രശലഭത്തെ തിന്നാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക, അതിനെ പിടിച്ച് തിന്നണം. ക്ലോസർ ആൻഡ് ക്ലോസർ ക്രൗൾഡ് ദ ബ്ലാക്ക് സ്പൈഡർ, ആ സ്പൈഡർ എന്താ ചെയ്യുന്നത്, ക്രൗൾഡ്, ഇഴഞ്ഞഴഞ്ഞ് വരുമോ അടുത്തടുത്തേക്ക്. ആരുടെ അടുത്തേക്ക്, നമ്മുടെ ബട്ടർഫ്ലൈയുടെ അടുത്തേക്ക്. ബിഫോർ ദ ഹംഗ്രി സ്പൈഡർ കുഡ് ഗ്രാബ് ഇറ്റ്, സോനു റാൻ, ഈ സ്പൈഡർ എന്നെ ചെന്ന് ഗ്രാബ് ചെയ്യുക, മീൻസ് പിടിക്കുക, ക്യാച്ച് ചെയ്യുക. പിടിക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ സോനു എന്ത് ചെയ്തു, ഓടിച്ചെന്നു. ഹി കോട്ട് ദ ബട്ടർഫ്ലൈ, അവൻ ആ ബട്ടർഫ്ലൈയെ പിടിച്ചു. ഇറ്റ് വാസ് സോ പ്രിറ്റി, ഇറ്റ് ഹാഡ് ബ്ലാക്ക് സ്പോട്ട്സ് ഓൺ ഇറ്റ്സ് യെല്ലോ വിങ്സ്, അതിൻ്റെ നല്ല മഞ്ഞ നിറത്തിലുള്ള വിങ്സിൽ നല്ല ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടായിരുന്നു, കറുത്ത വട്ടമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല അതിൻ്റെ ആ ചിറകുകളുണ്ടല്ലോ, അതിൽ ഇങ്ങനെ വട്ടമായിട്ട് എന്താണുള്ളത്, യെല്ലോ കളർ വിങ്സിൽ ബ്ലാക്ക് വട്ടം ഉണ്ടായിരുന്നു. സോനു ലവ്ഡ് ദ ലിറ്റിൽ ബട്ടർഫ്ലൈ, നമ്മുടെ സോനുവിന് വളരെ ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടം തോന്നി ബട്ടർഫ്ലൈയുടെ. ബട്ട് ഇറ്റ് ലുക്ക് സാഡ് ഇൻ സോനൂസ് ഹാൻഡ്, പക്ഷേ ആ ബട്ടർഫ്ലൈ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തിനാ, സോനുവിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്ന അത്. സോനു വാണ്ടഡ് ടു ബി ഹാപ്പി, അതിനെ സന്തോഷമായി കാണാൻ നമ്മുടെ സോനുവിന് ആഗ്രഹം തോന്നി. ഗോ സെഡ് സോനു, ഫ്ലൈ എവേ, അവനെന്ത് ചെയ്തു, അതിനെ പറന്നു പോകാൻ പറയുകയാണ്. ഗോ ഫ്ലൈ എവേ. ഹി ലെറ്റ് ദ ബട്ടർഫ്ലൈ ഗോ, ആ ബട്ടർഫ്ലൈ പോകാൻ അവൻ അനുവദിച്ചു. നോക്കി എന്ത് മനോഹരമായ വിങ്സ് ഒക്കെയാണെന്ന്. ഇറ്റ് സാറ്റ് ഓൺ ദ റെഡ് റോസ്, അത് റെഡ് റോസിൽ ചെന്നിരുന്നു. ഇറ്റ് ഫ്ലൂ ടു ദ പീച്ച് ട്രീ, അത് വീണ്ടും പീച്ച് ട്രീയിലേക്ക് പറന്നു. ആൻഡ് ദെൻ സെയിൽഡ് ഓൺ ദ ലോട്ടസ് ലീഫ്, ലോട്ടസ് ലീഫിൽ അതിങ്ങനെ ഒഴുകി നടന്നു. ഇറ്റ് ഫ്ലൂ മെർലി ഫ്രം ഫ്ലവേഴ്സ് ടു ഫ്ലവേഴ്സ്, മെർലി മീൻസ് ഹാപ്പിലി, വളരെ സന്തോഷത്തോടെ ഈ ബട്ടർഫ്ലൈ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്നു നടന്നു. സോനു വാച്ച്ഡ് ഇറ്റ് ഫ്ലൈ ആൻഡ് ഫ്ലൈ, സോനു ഇതിങ്ങനെ പറന്ന് നടക്കുന്നതന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദ ബട്ടർഫ്ലൈ ഫ്ലൂ ഓൾ അറൗണ്ട് സോനൂസ് ഗാർഡൻ ഹാപ്പി ആൻഡ് ഫ്രീ വൺസ് അഗെയിൻ, വീണ്ടും ഫ്രീ ആയിട്ട് നടന്നതിൻ്റെ അല്ലെ ഫ്രീ ആയിട്ട് വിട്ടതിൻ്റെ സന്തോഷത്തിൽ ആ ഗാർഡൻ, സോനുവിൻ്റെ ഗാർഡൻ മൊത്തം നമ്മുടെ ബട്ടർഫ്ലൈ പറന്ന് നടന്നു. നീലിമ സിൻഹ എന്ന് പറയുന്ന ആളാണ് ഈ സ്റ്റോറി എഴുതിയത് അല്ലേ. നല്ല സ്റ്റോറിയായിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ മോറൽ, നമ്മൾ ആനിമൽസിനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ അതിനെ ഇങ്ങനെ ഞെക്കി പിടിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ അതുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, അതുങ്ങൾ ആ പാടെ സങ്കടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ആനിമൽസിനെ ഇങ്ങനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. ഒരു ചെറിയ ഇൻസെക്റ്റാണ് ബട്ടർഫ്ലൈ, അതിനെപ്പോലും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറി. അവരെ ഫ്രീ ആയിട്ട് നടക്കുമ്പോഴാണ് അവർ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നമ്മൾ അവരെ ഹാപ്പി ആയിട്ട് എപ്പോഴും വെച്ചേക്കണം. കുറച്ച് ന്യൂ വേർഡ്സ് ഉണ്ട്. എസ്കേപ്പ്, ഫ്രീ ഫ്രം കൺട്രോൾ, അതായത് രക്ഷപ്പെടുക. പോട്ട്, എ സ്മോൾ ബോഡി ഓഫ് സ്റ്റിൽ വാട്ടർ, കുളം. പീച്ചസ്, ചൈനീസ് ട്രീ ആണ്. ക്ലൈം, ടു ഗോ അപ്വേർഡ്, മുകളിലേക്ക് കയറുക. ക്യാച്ച്, ഹോൾഡ്, പിടിക്കുക. മിഡിൽ, എ പോയിന്റ് വിച്ച് ഈസ് ഇക്വൽ ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ നിന്ന് ഒരേ പോലെ ഡിസ്റ്റൻസ്, അതായത് നടുക്കെന്ന് നമ്മൾ പറയത്തില്ല, നടുവിൽ. ഹംഗ്രി, ഷോവിങ് ദ നീഡ് ഓഫ് ഫുഡ്, വിശക്കുക. ഫ്ലോട്ട്, റെസ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ്, ഒരു വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുക, അതിനാണ് പറയുന്നത്. ഷൗട്ട്, എ ലൗഡ് ക്രൈ, ഉറക്കെ കരയുക അല്ലെ ബഹളം ഉണ്ടാക്കുക. ചേസ്, ഫോളോ ടു ക്യാച്ച്, പുറകെ പോവുക പിടിക്കാൻ വേണ്ടിയിട്ട്. ഫ്ലട്ടർ, ടു മൂവ് ക്വിക്ക്ലി, പെട്ടെന്ന് മൂവ് ചെയ്യുക.
ചലിക്കുക. ട്വിസ്റ്റ്, ടേൺ, തിരിയുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. വേർ ഡിഡ് സോനു ഫസ്റ്റ് സീ ദ യെല്ലോ ബട്ടർഫ്ലൈ? ആ യെല്ലോ ബട്ടർഫ്ലൈയെ സോനു ആദ്യമേ എവിടെയാണ് കണ്ടത്? എറൗണ്ട് ഫ്ലൈയിങ് എറൗണ്ട് ദ ഗാർഡൻ. അവൻ എവിടെയാണ് കണ്ടത്? ഗാർഡനിൽ പറക്കുന്നതാണ്. നെയിം 3 പ്ലേസസ് വേർ ദ ബട്ടർഫ്ലൈ റെസ്റ്റഡ്. ബട്ടർഫ്ലൈ എവിടെയൊക്കെയാണ് ഇരുന്നത്? റെഡ് റോസ്, എ ലോട്ടസ് ലീഫ് ആൻഡ് പിങ്ക് ഫ്ലവർ ഓൺ ദ പീച്ച് ട്രീ. പീച്ച് ട്രീയുടെ ഫ്ലവറിലും ലോട്ടസ് ലീഫിലും റെഡ് റോസിലുമാണ്. വൈ ഡിഡ് സോനു ചേസ് ദ ബട്ടർഫ്ലൈ? എന്തിനായിരുന്നു ബട്ടർഫ്ലൈയുടെ പുറകെ അവൻ നടന്നത്? സോനു ചേസ് ദ ബട്ടർഫ്ലൈ സോ ദാറ്റ് ഹീ കുഡ് ക്യാച്ച് ഇറ്റ് ആൻഡ് ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അവൻ അതിനെ പിടിച്ച് അതിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പുറകെ നടന്നത്. വൈ ഡിഡ് സോനു ലെറ്റ് ദ ബട്ടർഫ്ലൈ ഗോ? ബട്ടർഫ്ലൈ പോകാൻ അവൻ എന്താണ് അനുവദിച്ചത്? സോനു ലെറ്റ് ദ ബട്ടർഫ്ലൈ ഗോ ബിക്കോസ് വെൻ ഹി കോട്ട് ദ ബട്ടർഫ്ലൈ ഇൻ ഹിസ് ഹാൻഡ് ഇറ്റ് ലുക്ക്ഡ് സാഡ്. അവൻ്റെ കയ്യിൽ ആ ബട്ടർഫ്ലൈ ഇരുന്നപ്പോൾ അത് വളരെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് അവന് മനസ്സിലായി. സോനു വാണ്ടഡ് ടു സീ ഇറ്റ് ഹാപ്പി. അത് സന്തോഷത്തോടെ നടക്കുന്നതായിരുന്നു അവന് ഇഷ്ടം. സോ ഹി ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. അതിനെ പോകാൻ അനുവദിച്ചത് അതുകൊണ്ടാണ്. ഇഫ് യു വെയർ എ ബട്ടർഫ്ലൈ ഹൗ വുഡ് യു ഫീൽ ഇഫ് യു വെയർ കോട്ട്? നിങ്ങളൊരു ബട്ടർഫ്ലൈ ആണെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഐ വുഡ് ഫീൽ വെരി സാഡ് ഇഫ് ഐ വെയർ കോട്ട്. നമുക്കും വളരെ സങ്കടം തോന്നും നമ്മളിങ്ങനെ പിടിച്ചാൽ. വൈ ഡിഡ് ബട്ടർഫ്ലൈ ഗോ ടു ദ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ? ഗാർഡനിലെ ഫ്ലവേഴ്സിലെല്ലാം അതെങ്ങനെയാണ് എന്തിനാണ് പോയത്? ദ ബട്ടർഫ്ലൈ വെൻ ടു ദ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻസ് ടു സക്ക് നെക്ടർ ഫ്രം ദ ഫ്ലവേഴ്സ്. നെക്ടർ എന്ന് പറഞ്ഞാൽ ഹണി ഇൻ ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിലുള്ള ഹണിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്ടറിന്. തേൻ കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ബട്ടർഫ്ലൈ ഒരു ചെടിയിൽ നിന്ന് ഒരു ഫ്ലവറിൽ നിന്ന് മറ്റു ഫ്ലവറിലേക്ക് പോയത്. സേ ദീസ് സെൻറ്റൻസ് എലൗഡ്. ഉറക്കെ പറയാനാണ്. ബട്ടർഫ്ലൈസ് ക്യാൻ ഫ്ലൈ, ബേർഡ്സ് ക്യാൻ ഫ്ലൈ. അതായത് ബട്ടർഫ്ലൈസിന് പറക്കാൻ പറ്റും, ബേർഡ്സിന് പറക്കാൻ പറ്റും. കൈറ്റ്സ് ക്യാൻ ഫ്ലൈ, പട്ടത്തിന് പറക്കാൻ പറ്റും. എയറോപ്ലെയിൻ ക്യാൻ ഫ്ലൈ, എയറോപ്ലെയിനും പറക്കാൻ പറ്റും. ക്യാൻ വി ഫ്ലൈ, നമുക്ക് പറക്കാൻ പറ്റുമോ? നോ വി ക്യാൻ ഫ്ലൈ ഇൻ ആൻ എയറോപ്ലെയിൻ. നമുക്കൊരു എയറോപ്ലെയിനിൽ കയറിയാൽ പറന്ന് പോകാം. ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ്, ദെൻ, ആഫ്റ്റർ, ദിസ്, ഫൈനലി. അതായത് ആദ്യത്തെ എന്താണ്, അതിന് ശേഷം എന്താണ്, അതിന് ശേഷം എന്താണ്, അവസാനം എന്താണ്, ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കി ഇവിടെ തന്നിട്ടുണ്ട്. അത് ഓർഡറിൽ എഴുതാം. ഫൈനലി ഐ ഡ്രസ് അപ്പ് ആൻഡ് ഗോ ടു സ്കൂൾ. അവസാനം ഞാൻ സ്കൂളിലേക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് പോയി. ദെൻ ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് ഹാവ് എ ബാത്ത്. ഞാൻ ടീത്ത് ബ്രഷ് ചെയ്യുകയും കുളിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഗെറ്റ് ഔട്ട് ഓഫ് ദ ബെഡ്. ആദ്യം ഞാൻ എന്ത് ചെയ്തു? ബെഡിൽ നിന്ന് എണ്ണീറ്റു. ആഫ്റ്റർ ദിസ് ഐ ഏറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എങ്ങനെയാണ് അതിൻ്റെ ഓർഡറിലെന്ന് നോക്കി. ആദ്യം ഞാൻ എണ്ണീറ്റു, അതിനുശേഷം ബ്രഷ് ചെയ്തു, കുളിച്ചു, അതിനുശേഷം ആഹാരം കഴിച്ചു, പിന്നെ ഡ്രസ്സ് ചെയ്ത് സ്കൂളിലേക്ക് പോയി. ഇനി നോക്കി, ഈ ഒരു വേർഡുണ്ട്, അതിനെ രണ്ടായിട്ട് മാറ്റുക. രണ്ടും രണ്ട് മീനിങ് അല്ലേ. ബട്ടർഫ്ലൈയെ ബട്ടർ എന്ന് വാക്കാം അല്ലേ, ഫ്ലൈ എന്ന് വാക്കാം. ബട്ടർ എന്ന് പറഞ്ഞാൽ നെയ്യ്, ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റ്, പറന്നു പോകുന്ന ജീവികൾ. അതുപോലെ എവരിവെയർ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, സൺലൈറ്റ്, ഇതിനെയൊക്കെ മാറ്റണം. എവരിവെയറിനെ എവരിന്നും വേറെന്നും മാറ്റാം. ഇൻസൈഡ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ഔട്ട്സൈഡ്, സൺലൈറ്റ് സൺലൈറ്റ്. അങ്ങനെ രണ്ട് വേർഡ്സായിട്ട് ഇതിനെ മാറ്റാം. നമുക്കിതിനകത്ത് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അതെന്തുവാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു വെള്ള പേപ്പർ, ഒരേ സൈസിലുള്ള 2 വെള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ മടക്കി എടുക്കണം. എങ്ങനെയാണ് മടക്കി എടുക്കുന്നത് ഞാൻ കാണിക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം മടക്കി നോക്കിയത് കൊണ്ട് അതിന് മടക്കുണ്ട്. നിങ്ങളാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു അളവിൽ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ, അതിനുശേഷം ഇത് തിരിച്ച് ഇങ്ങനെ 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 മടക്കി വെച്ചേക്കുക. ഇങ്ങനെ മടക്കി അടുത്ത പേപ്പറും എടുത്ത് ഇതേമാതിരി തന്നെ മടക്കിയെടുക്കുക. നമുക്ക് 2 പേപ്പർ പീസസ് നമ്മൾ ഇതുപോലെ ഒരുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസസും കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ കെട്ടി വെക്കണം. എങ്ങനെ കെട്ടുന്നതെന്ന് കാണിക്കുക. അതായത് ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഇങ്ങനെ കെട്ടണം. കണ്ടോ, 2 പേപ്പറുകളും ഞാൻ ഒരു നൂല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഇതുപോലെ നിങ്ങൾ വെട്ടിയെടുക്കണം. ഒരു ബട്ടർഫ്ലൈയുടെ ബോഡി ഇതുപോലെ വെട്ടിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി വീതി
വെച്ചാണ് ഞാൻ ചെയ്തേക്കുന്നത്. എനിക്കിത് കളർ ഒക്കെ അടിച്ച് നല്ല ഭംഗിയാക്കാം. അതുപോലെ എൻ്റെ കയ്യിൽ വെള്ള പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വെള്ള എടുക്കുന്നേ ഉള്ളൂ. കളറുള്ള പേപ്പറൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുമായിട്ട് ഒട്ടിച്ച് വെക്കണം. ഞാൻ ഒട്ടിച്ച് വെച്ച പേപ്പർ ഉണ്ടല്ലോ, ഇതിൽ നിന്നിട്ട് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു പേപ്പർ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ചെറിയ വിങ്സ് വന്നത്. നിങ്ങൾക്ക് വലിയ പേപ്പർ ഉണ്ടെങ്കിൽ ആ വലിയ പേപ്പർ വെച്ച് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ ഉപയോഗിക്കും. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം.